ഹലോ ഗൈസ്, സന്തോഷം തോന്നിട്ട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാൽ അങ്ങനെ ഇന്ന് തുടക്കം തന്നെ ആര്യനും ശരണും കൂടെ നമ്മുടെ റോഡരികിലൂടെ നടന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ആര്യം വിഷമിച്ച് കണ്ടുകൊണ്ട് ശരൺ ചോദിക്കുന്നു, നീ എന്തിനാ ബ്രോ ഇങ്ങനെ വിഷമിക്കുന്നത്? നീ അവൾക്ക് ആദ്യമേ തന്നെ ഒരു ഉപദേശം കൊടുത്തിരുന്നു, അവളത് മനസ്സിലാക്കിയില്ല. അവൾക്ക് സ്വയം ഒരു അനുഭവം വന്നപ്പോൾ അവൾ പഠിച്ചു. പിന്നെ എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിക്കും. പോട്ടെ എന്ന് പറയും. അപ്പോൾ ആര്യം പറയും, മിത്രയെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല, എനിക്ക് എൻ്റെ അമ്മയുടെ സങ്കടം കണ്ടിട്ടാണ് എനിക്ക് സങ്കടം വരുന്നത്, എന്താ ചെയ്യാമെന്നൊരു പിടിയിലാന്ന് പറയും. അപ്പോൾ ശരൺ പറയും, ഒരു കാര്യം ചെയ്യും, അവളുടെ വീട്ടിൽ അറിയിക്കുക, അവളിവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കുക എന്ന് പറയും എത്രയും പെട്ടെന്ന്, അതല്ലേ നല്ലതെന്ന് പറയും. അപ്പോൾ ആര്യം പറയും, ഞാൻ അങ്ങനെ കൃഷ്ണമംഗലംകാരോട് ഇങ്ങനെ സംസാരിക്കാറില്ല, അവരുമായിട്ട് നമ്മൾ വഴക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധർമ്മനങ്ങളിനെ വിളിക്കാമെന്ന് പറയും. അങ്ങനെ ഫോൺ എടുത്തിട്ട് ധർമ്മനെ വിളിക്കാൻ പോകുമ്പം നമ്മുടെ നന്ദനൻ അവിടെ എത്തും. എന്നിട്ട് അങ്ങനെ ഫോൺ പിടിച്ചിട്ട് വാങ്ങും. അപ്പോൾ താങ്കൾ എന്താ കാണിക്കുന്ന, ഫോണിൽ താന്ന് പറയും. അപ്പോൾ നന്ദൻ പറയും, ഞാനാണെങ്കിൽ ഫോൺ എടുക്കാൻ വിട്ടുപോയി, എനിക്ക് അത്യാവശ്യമായിട്ട് അവരെ വിളിക്കാനുണ്ടായിരുന്നു, ഇവനാണെങ്കിൽ എൻ്റെ ഫ്രണ്ടല്ലേ ഇങ്ങനെ പറയും. അപ്പോൾ ആരും പറയും, നമ്മൾ ഗുരുവായൂർ വന്നിട്ട് വേറെ 2 ദിവസത്തെ പരിചയമുള്ളൂ, എന്നിട്ട് നിങ്ങൾ വലിയ എൻ്റെ രക്ഷാകർത്താവ് കളിക്കല്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ ഞാൻ അന്യനായോ എന്നിങ്ങനെ നന്ദനൻ ചോദിക്കും. അപ്പോൾ ഫോണിങ്ങനെ താന്നിങ്ങനെ പറയും. അപ്പോൾ ശരൺ പറയും, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, ഫോൺ കൊടുക്കുക, ഇവനൊരു പ്രശ്നത്തിലാന്ന്. അതായത് ഒളിച്ചോടി പോയ കുട്ടിയിലെ കുട്ടി തിരികെ വന്ന് അവളുടെ വീട്ടിൽ അറിയിക്കാനാണ് പോകുന്നത്, അപ്പോഴാണ് നിങ്ങൾ ഫോൺ പിടിച്ചിട്ടതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ നന്ദനം പറയും, അങ്ങനെയാണോ, അതിന് മിത്രയ്ക്ക് സമ്മതമാണോ, മിത്രയോട് ചോദിച്ചോ എന്നിങ്ങനെ ചോദിക്കും. അതിനെന്തിനാ അവളുടെ സമ്മതം, അവളുടെ വീട്ടിൽ അറിയിക്കാൻ എന്തിനാ അവളുടെ സമ്മതം എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ നന്ദനൻ പറയും, അവളോട് ചോദിക്കണം, അവളുടെ അഭിപ്രായത്തോടെയല്ലേ എല്ലാ കാര്യങ്ങളും അവളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അവൾക്കിപ്പം താഴെ ആകാശം മേലെ ആകാശം താഴെ ഭൂമി എന്നും പറഞ്ഞ് നിൽക്കാമെന്ന് ഇനി ഒന്നും നോക്കാനില്ല, വല്ല ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും, അതിൻ്റെ ബാക്കിൽ നടക്കേണ്ടി വരുന്നൊക്കെ ഇങ്ങനെ നന്ദൻ പറയും. അപ്പോൾ നമ്മുടെ ശരൺ പറയും, അതെ നന്ദനൻ പറഞ്ഞ ശരിയാണ്, മിത്രയോടും കൂടെ ചോദിക്കണം, മിത്രയുടെ അഭിപ്രായം കൂടി അറിയണം, എന്നിട്ട് അമ്മയുമായിട്ട് ആലോചിച്ചിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക, അതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയും. എന്നിട്ട് ഫോൺ വിളിയൊക്കെ അവിടെ നിർത്തും. നമ്മുടെ നന്ദനൻ അതിൻ്റെ ഇടയിൽ കൂടെ, എനിക്ക് കടയിൽ പോയിട്ട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അതിൻ്റെ ഇടയിൽ കൂടെ പോകും. അതിന് മുന്നേ നന്ദനൻ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ നിൻ്റെ ഏട്ടൻ ആകാശ് വിളിച്ചിറക്കിക്കൊണ്ട് വന്നില്ലേ, സ്നേഹിച്ച പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് ആകാശ് ചോദിക്കും, ആര്യം ചോദിക്കും. അപ്പോൾ നന്ദനൻ പറയും, നീയൊക്കെ മറന്നുപോയോ, ഇന്നലെ വീട്ടുകാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നില്ലേ, എനിക്ക് മാവിയുടെ അസുഖം ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നന്ദൻ അവിടെ നിന്ന് പോവുക. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ശരണിനോട് ആര്യം പറയും, ഞാൻ എൻ്റെ ഏട്ടൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ ഇങ്ങനെ അയാൾ അറിഞ്ഞു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതൊക്കെ വിടും, മിത്രയുടെ കാര്യം തീരുമാനമാക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ പിന്നെയാണ് ബാക്കി എല്ലാവരും റൂമിലുണ്ട്, എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇനി എന്ത് ചെയ്യുന്ന ഒരു എത്തുപിടി എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ കാവ്യയും അമ്മയും കൂടെ, ജാനകി അമ്മയും കൂടെ പറയും, ഇവളുടെ വീട്ടിൽ അറിയിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് ഇങ്ങനെ പറയും. അപ്പം ഇത്ര ഓടി വന്നിട്ട് പറയും, എനിക്ക് പറ്റില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവില്ല, എനിക്ക് വേണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും പോയിക്കോളാം, എന്നെ വിട്ടേക്കെന്ന് പറയും. അപ്പം തന്നെ നമ്മുടെ ഗോമതിക്ക് ദേഷ്യം വരും. എന്നിട്ട് പറയും, നിൻ്റെ വഴിക്ക് വിട്ടിട്ട് നീ ഇങ്ങനെ ആയത്, നിൻ്റെ വഴിക്ക് വിട്ടിട്ട് ഇപ്പോൾ എന്തായി, നീ നിൻ്റെ വഴിക്ക് വന്നിട്ട് എന്തായി എന്നൊക്കെ ഇങ്ങനെ പറയും. അവൾ വഴക്ക് പറയും. എന്നിട്ട് ഇപ്പം തന്നെ നിൻ്റെ അച്ഛൻ എന്നല്ല, എൻ്റെ ഏട്ടൻ, അവരോട് കാവ്യയോടെ പറയുന്നുണ്ടാവുക, എൻ്റെ ഏട്ടൻ നന്ദേട്ടൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയും. അപ്പം ഇത്രയ്ക്ക് ഭയങ്കര സങ്കടമാവും. എന്താ അപ്പച്ചി എന്താ പറഞ്ഞ്, അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരയും. മീനാക്ഷി പറയും, ഇങ്ങനെ സമാധാനിപ്പിക്കും, കരയല്ലേ, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കും. അപ്പോൾ കാവ്യ വീണ്ടും അവർ പറയും, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല നല്ലതെന്ന്. അപ്പോൾ ഗോമതി പറയും, മിത്ര പറഞ്ഞത് ശരി, അവളുടെ വീട്ടിലേക്ക് ഇനി അവൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, നാട്ടുകാർ പലതും പറയും, കല്യാണത്തലേന്ന് ഒളിച്ചോടി പോയിട്ട് വേറൊരുത്തൻ്റെ കൂടെ എവിടെയോ പോയി താമസിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുന്നു, 2-3 ദിവസം താമസിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ മിത്ര വീണ്ടും വിഷമാവും. എന്നിട്ട് പറയും, അപ്പച്ചി എൻ്റെ സ്വർണവും പണമൊക്കെ അവൻ മോഷ്ടിച്ചെടുത്തു, പക്ഷേ എൻ്റെ ശരീരത്തിൽ അവനെ തൊടാൻ വേണ്ടി ഞാൻ സമ്മതിച്ചിട്ടില്ല എന്നിങ്ങനെ മിത്ര പറയും. അപ്പോൾ നമ്മുടെ ഗോമതി പറയും, ഞാൻ അങ്ങനെ നിൻ്റെ സ്വഭാവശുദ്ധിയെക്കുറിച്ച് പറഞ്ഞതല്ല മോളെ, ഇങ്ങനെയായിരിക്കും പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ മിത്രയും പറഞ്ഞു, അതെ എനിക്കറിയാം, ഇനി നാട്ടുകാർ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നെ പറയും, കുറേ അപവാദങ്ങൾ പറയും, അവർ പിന്നെയും നാണം കെടും. ഗോമതി ഇത് തന്നെ പറയും, നിൻ്റെ അച്ഛനും അമ്മയും ഇതൊക്കെ കേൾക്കേണ്ടി വരും, അവർ പിന്നെയും നാണം കെടും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ മിത്ര വീണ്ടും വിഷമത്തോടെ വീണ്ടും കാര്യം. അപ്പോൾ നമ്മുടെ കാവ്യ പറയും, മിത്രയും ഞാനും കുറച്ചു നേരം അപ്പുറത്ത് സമാധാനമായിട്ട് ഇരുന്നോളാം, കുറച്ചു നേരം വെറുതെ
ഇങ്ങനെ ഒരു മൈൻഡൊന്ന് സെറ്റാൻ വേണ്ടി ഇരുന്നോളാം, നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുമെന്ന് പറയും. എന്നിട്ട് മിത്രയും കാവ്യയും കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ വേറെ റൂമിലേക്ക്, മറ്റേ റൂമിലേക്ക് പോകും. അപ്പോൾ നടന്ന് പോകുന്ന വഴിക്ക് ഇങ്ങനെ കാവ്യ പറയും, നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, നിൻ്റെ കുടുംബം ഇവിടെ തന്നെയുണ്ട്, നീ പേടിക്കേണ്ട, എല്ലാം നല്ലതായി വരും, കൃഷ്ണനെല്ലാം കാണുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് വേറെ റൂമിങ്ങനെ തുറന്ന പാടെ മിത്ര ഉള്ളിൽ കയറിയിട്ട്, മിത്ര മാത്രം പെട്ടെന്ന് ഉള്ളിൽ കയറിയിട്ട് ഡോർ ലോക്ക് ചെയ്യും. കാവ്യ പുറത്താവും. കാവ്യ കുറേ തട്ടി വിളിക്കും, എന്നിട്ട് തുറക്കില്ല. അപ്പോൾ ഗോമതി എല്ലാവരെയും വിളിച്ചിട്ട് വരും. കാവ്യ മിത്ര വാതിൽ തുറക്കുന്നില്ലെന്ന് പറയും. എന്നിട്ട് അവർ വീണ്ടും വന്നിട്ട് തട്ടും. മിത്രയാണെങ്കിൽ ഉള്ളിൽ ഫാനിന്, അതായത് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുകയാണ്, ഷോള് കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് വിളിക്കും. അപ്പോഴത്തേക്കും ആര്യനും ശരണും കൂടെ വരും. എന്നിട്ട് വേഗം അവർ വന്നിട്ട് തല്ലി പൊളിക്കും. അപ്പോഴത്തേക്ക് ഇവള് ഷോളൊക്കെ കെട്ടി തലയ്ക്ക് ഉള്ളിലിട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ രക്ഷപ്പെടും. നീ എന്തായി കാണിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയും. മിത്ര പറയും, എനിക്കിനി ജീവിക്കണ്ട, അപവാദങ്ങൾ കേട്ടിട്ട് ഒന്നും ജീവിക്കണ്ട. അപ്പോൾ അതിനു മുന്നേ തന്നെ ഇപ്പുറത്തുനിന്ന് കാവ്യ വിളിക്കാൻ വരുന്ന സമയത്ത് ഇവർ മൂന്നാളും, ജാനകിയമ്മയും മീനാക്ഷിയും ഗോമതി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഇനി മിത്രക്ക് ഒരു നല്ല കല്യാണമൊന്നും കിട്ടില്ല, അപവാദങ്ങളൊക്കെ ഇങ്ങനെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ട് തന്നെ നല്ല കല്യാണം കിട്ടില്ല, എന്താ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കാവ്യ വന്നിട്ട് വിളിക്കുക. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പം തന്നെ മീനാക്ഷിയോട് പറയും, നീ മീനാക്ഷിയും കാവ്യയും മിത്രയുടെ അടുത്ത് തന്നെ വേണം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ കൃഷ്ണനോട് പ്രാർത്ഥിക്കും. ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് എന്താണെന്ന് കണ്ണൻ അറിയായിരിക്കുമല്ലോ, അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, വരും വരായികളൊന്നും നാളത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, എൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്, കണ്ണൻ്റെ സമ്മതം എല്ലാവരുടെയും സമ്മതമായിട്ട് ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് തിരിയുമ്പോൾ നന്ദനൻ അവരുടെ മുന്നിലെത്തും. എന്നിട്ട് നന്ദനൻ പറയും, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, മുഖത്തെന്തോ ഒരു പിരിമുറുക്കമുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ പറയും, എനിക്ക് ഒരു മനസ്സിലൊരു കുറേ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെന്ന് പറയും. എന്നിട്ട് നന്ദനൻ ഇങ്ങനെ പറയും, ഒന്നും നോക്കണ്ട, എനിക്കും ഇങ്ങനെ തന്നെയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഭഗവാനോട് ഇങ്ങനെ പറയും, മനസ്സിൽ കുറേ ഇങ്ങനെ ആശയങ്ങൾ വരുമ്പോൾ, എന്ത് തീരുമാനം എടുക്കുന്ന അറിയാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഒരു തീരുമാനം എടുക്കും. എന്നിട്ട് കണ്ണോട് വന്ന് പറയും, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, എൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല, ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ തീരുമാനത്തോടൊപ്പം ഉണ്ടാവും, എൻ്റെ തീരുമാനം ശരിയാണെന്ന് വരുത്തി തീർക്കും, മനസ്സിലാക്കി തരുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ നടപ്പിലാക്കുക. അങ്ങനെ തന്നെ അമ്മയും എന്താ പറയുക, സ്വന്തം തീരുമാനത്തിൽ നിൽക്കണം, ലക്ഷ്യമാണ് നമ്മുടെ പ്രധാനം, അതുകൊണ്ട് ലക്ഷ്യം മാത്രം നോക്കിക്കൊണ്ട് മാത്രം നമ്മൾ തീരുമാനം എടുക്കണം, നമ്മുടെ തീരുമാനം ശരിയായിരിക്കോ ഇല്ലയോ എന്നൊരു സംശയത്തിലൊന്നും നിൽക്കാൻ പാടില്ല, ശരിയായിരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കണം, അപ്പോൾ മനസ്സ് ചഞ്ചലപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കൊടുക്കും. അപ്പോൾ ഗോമതി ഫുൾ പോസിറ്റീവ്. എന്നിട്ട് ഇപ്പോൾ തന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കുറച്ച് ആശ്വാസമായി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഗോമതി റൂമിലേക്ക് പോകും. എന്നിട്ട് റൂമിൽ പോയിട്ട് അവരുടെ ഇടയിൽ നിന്ന് മിത്രയുടെ അടുത്താണല്ലോ മീനാക്ഷി ഉണ്ടായിരുന്നു, മീനാക്ഷീൻ്റെ വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് നീ വേഗം പോയിട്ട് ആര്യനെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് ഇങ്ങനെ പറയും, നമ്മുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയും. എന്താ അമ്മ തീരുമാനത്തെന്ന് ചോദിക്കും. അപ്പം മീനാക്ഷിയോട് പറയും, ആര്യനും നീയും ഒരുമിച്ച് വാ, ആര്യനും കൂടെ വന്നിട്ട് ഞാൻ എൻ്റെ തീരുമാനം പറയാമെന്ന് പറയും, പ്രധാനപ്പെട്ടതാണെന്ന് പറയും. എന്നിട്ട് ആര്യനെയും കൂട്ടിയിട്ട് മീനാക്ഷി വരും, എന്താ പറയാനുള്ളതെന്ന് അവർ ചോദിക്കും. അപ്പോൾ ഗോമതി ഇങ്ങനെ പറഞ്ഞു തുടങ്ങും, നിങ്ങൾക്കറിയാലോ എൻ്റെ ഏട്ടനെ കുറിച്ച് ഞാൻ പറഞ്ഞതല്ലേ, കുഞ്ഞുനാളിൽ എൻ്റെ ഇടവും വലവും 2 ഏട്ടന്മാരും ഉണ്ടാവും, എന്നെ അങ്ങനെയാണ് സ്നേഹിച്ചത്, നമ്മൾ ആ സമയത്തൊരു ശബ്ദം എടുത്തിരുന്നു, ആർക്ക് എന്ത് കുഴപ്പം വന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും വേണ്ടില്ല പരസ്പരം സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആര്യം വിചാരിക്കും ഇവളങ്ങ് കൊണ്ടാക്കാനാണെന്ന്. അപ്പോൾ ആര്യം പറയും, അതെന്താ സഹായിക്കാമല്ലോ, നമുക്ക് കൃഷ്ണമംഗലത്ത് ഇവളെ അങ്ങോട്ടേക്ക് കൊണ്ടാക്കാം, അല്ലെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു, ഏതാ നല്ലതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ഗോമതി പറയും, നമ്മളിപ്പം ഇത്രയും അങ്ങോട്ട് കൊണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ നാട്ടുകാർ ഓരോരോ ചോദ്യങ്ങളായിട്ട് മിത്രയുടെ മുന്നിലേക്ക് വരും, ഓരോരോ അപവാദങ്ങൾ പറയും. ഇതൊക്കെ മിത്രക്ക് സഹിക്കാനുള്ളൊരു മനസ്സ് മിത്രക്കുണ്ടോ? ഇപ്പം മാത്രമല്ല മിത്രയുടെ വീട്ടുകാരും അത് സഹിക്കുകയോ, ഇതെല്ലാം കേൾക്കുമ്പോൾ അത് സഹിക്കുക. അവസാനം അവരെല്ലാവരും കൂടെ ഒരു ആത്മഹത്യയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. അതൊന്നും കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ മീനാക്ഷി ഇങ്ങനെ വരും. എന്നിട്ട് അമ്മ ഇടയ്ക്ക് കയറുമെന്ന് പറഞ്ഞു, പക്ഷേ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇതല്ലാതെ വേറെ എന്ത് മാർഗ്ഗം അമ്മ കണ്ടിട്ടുള്ളത്, എന്ത് പരിഹാരം കണ്ടിട്ടില്ലെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഗോമതി പറയും, എല്ലാം അറിഞ്ഞുകൊണ്ട് അവളെ വിവാഹം കഴിക്കുന്ന ഒരു നല്ലൊരു ആൾ വേണമെന്നിങ്ങനെ പറയും, അവളെ വിവാഹം കഴിക്കണം എന്ന് പറയും, എല്ലാം അറിഞ്ഞുകൊണ്ട്. അവിടെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. ബാക്കി നാളെ നമ്മുടെ ആര്യനോട് പറയും, വിവാഹം കഴിക്കണം, നീ വിവാഹം കഴിക്കണം എന്നിങ്ങനെ പറയും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.